ഹലോ ഫ്രണ്ട്സ്, ഈ സ്ഥലം കാണാൻ എങ്ങനെയുണ്ട്? ഇതൊരു പോണ്ടാണ്, അന്തിക്കാട് ഭാഗത്തുള്ള ഒരു പോണ്ടാണ്. ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോണ്ട് വന്നു, പക്ഷെ അതിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് എടുത്ത് വീഡിയോ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ച് ഇട്ടതാ. കാണേണ്ട ഒരു പ്ലേസാണ് കേട്ടോ. ഇത് നമ്മുടെ അന്തിക്കാട് വെറ്ററിനറി ഡിസ്പെൻസറി ഉണ്ട്. 2 പട്ടിക്കുട്ടികളുണ്ട് വീട്ടിൽ. അവരെ കുത്തിവയ്പ്പിനെ കൊണ്ടുപോയപ്പോൾ പ്രതീക്ഷിതമായി കണ്ടതാണ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് തന്നെ. അന്തിക്കാട് ഭാഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഒക്കെ അടുത്തായ കാരണം വരാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു പ്ലേസ് വെച്ചാൽ ഒരു അത്ഭുതമാണ് കേട്ടോ. ശരിക്കും നമ്മൾ വീടിന് ചുറ്റുപാടുള്ള കുറേ സ്ഥലങ്ങൾ നമ്മൾ അതിൻ്റെ ഭംഗി നമ്മൾ കാണില്ല. വല്ലവരും ഇതുപോലെ വീഡിയോസിലാണെങ്കിലും പുറമെയുള്ളവർ അതിൻ്റെ ഭംഗി കാണുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ പുറമെയുള്ള എന്താ പറയുക, ഇപ്പോൾ വയനാട് നമ്മൾ ഇഷ്ടമായി തോന്നും. പക്ഷെ നമ്മുടെ നിയറസ്റ്റ് പ്ലേസിൽ തന്നെ അത്തരം സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും നമ്മളൊന്നും അങ്ങനെ കാര്യമാക്കി ശ്രദ്ധിക്കാറില്ല. പക്ഷെ നമ്മുടെ നിയർ മീ പ്ലേസസ് തന്നെയുണ്ട് കേട്ടോ മറ്റുള്ളവർക്ക് അട്രാക്റ്റീവായിട്ടുള്ളത്. എൻ്റെ നാട് വരുന്നത് പാലക്കാടാണ്. കല്യാണം കഴിച്ച് വന്നേക്കുന്നത് തൃശ്ശൂരാണ്. പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ കുറേ കുളങ്ങളും കാര്യങ്ങളും കണ്ടിട്ടുണ്ടെങ്കിലും തൃശ്ശൂർ നാട്ടിൽ അങ്ങനെ വലിയ കാര്യമായിട്ട് കുളങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഞങ്ങളിവിടെ നിന്ന് ഇപ്പോൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഞാനും ഹസ്ബൻഡും പട്ടിക്കുട്ടികളെ മാത്രം കൊണ്ടുവന്നിട്ടുള്ളൂ, മക്കളെ കൊണ്ടുവന്നിട്ടില്ല. അതായത് അവരെയും കൊണ്ട് ഒരു ദിവസം വരണമെന്നുണ്ട്. മസ്റ്റ് വിസിറ്റ് പ്ലേസസ് ആണ് കേട്ടോ. നമ്മൾ ഈ വഴി അങ്ങോട്ട് കയറിയിട്ട് നേരെ മെയിൻ റോഡിലെത്തും. ഇത് ഉള്ളേരിയാണ് ശരിക്കും. അല്ലേ, നമ്മൾ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനാണ് കാണുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റുള്ള വഴിയാണ് നമ്മൾ വരുമ്പോൾ വരേണ്ടത്. റോഡിൻ്റെ ഇരുവശത്തും ഭയങ്കര രസമുള്ള കാഴ്ചകളൊക്കെ കാണുന്നുണ്ട്. കാരണം മഴയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമായ കാരണം അപ്പുറത്തും പാടങ്ങളൊക്കെ ഉണ്ട്. രണ്ട് സൈഡിലും കാണാൻ പറ്റിയ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. ഇവിടെ ഒരു കപ്പകളുണ്ട്. ഇത് കാഞ്ഞാണി ജംഗ്ഷനാണ്. നമ്മൾ തൃശ്ശൂർ ഭാഗത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റിലോട്ട് തിരിയണം. ആ റൂട്ടാണ് അന്തിക്കാട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സൈഡ്സിലും കാണാവുന്ന കുറേ കാഴ്ചകളുണ്ട് കേട്ടോ. മഴ പെയ്ത് മാറിയ കാരണം പാടങ്ങളൊക്കെ നിറച്ച് വെള്ളം ഒക്കെ ആയിട്ട് ഏകദേശം ചെറിയൊരു കുളത്തിൻ്റെ ഫീലാണ്. നല്ല കാഴ്ച കേട്ടോ. 2 സൈഡും കാണാനുണ്ട്. കണ്ടു, ഇത് നോക്കൂ, ഇത് എറവ് കപ്പൽ പള്ളിയാണ്. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, വന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അത്
കപ്പൽ പള്ളി ഒരു ചർച്ചാണ് കേട്ടോ, വേറെ വിളിപ്പേരല്ല, കപ്പലിൻ്റെ ഷേപ്പിലുള്ള പള്ളി. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇത് അരുമ്പൂര് ഭാഗമൊക്കെ ആയിട്ട് വരും. ഇന്നത്തെ അങ്ങാടി എത്തിയിട്ടുണ്ട്. ഒന്ന് റൈറ്റിലോട്ട്. ഇതാണ് ഞങ്ങളുടെ വഴി. സബ്സ്ക്രൈബേഴ്സ് ഓൾവേസ് വെൽക്കം. സബ്സ്ക്രൈബേഴ്സിന് മാത്രമല്ല, ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ വഴി കൂട്ടിയിട്ടാണ് വെൽക്കം പറഞ്ഞേക്കണേ. ഇഷ്ടായോ? വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്തോളൂ, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് മനസ്സ് വയ്ക്കുമോ? സ്ഥലം എങ്ങനെയുണ്ടെന്നൊന്ന് കമൻറ്റ് അറിയിക്കണേ. അപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.